ഹലോ ഗൈസ്, ഒരു ഹെയർ പാക്കാണ് കാണിക്കുന്നത്. ഉലുവ വെച്ചിട്ടുള്ളതാണ്. ഉലുവയും കഞ്ഞിവെള്ളവും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ആരോഗ്യമുള്ള മുടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒന്നാണ് ഉലുവ. നിങ്ങൾ ഉലുവ യൂസ് ചെയ്യണമെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ മാത്രം യൂസ് ചെയ്യുക, അതിൽ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ പിന്നെ 2-3 ആഴ്ച യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടാകും. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നമുക്ക് പെട്ടെന്ന് ഇത് കാരണമാണെന്ന് പോലും മനസ്സിലാവില്ല. പക്ഷേ ഉലുവ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അത് നിർത്തി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഉലുവ യൂസ് ചെയ്യുന്നത് പല രീതിയിലാണ്. അതിലൊരു മെത്തേഡാണ് കാണിക്കുന്നത്. ഉലുവയും കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ളൊരു ഹെയർ പാക്ക്. അത് മഴക്കാലങ്ങളിൽ ഒഴിച്ചിട്ട് ബാക്കി എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. മഴക്കാലത്ത് ഇത് ഹെയർ ഡ്രൈ ആയി കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഇങ്ങനത്തെ ഹെവി പാക്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. അല്ലാത്ത സമയത്തൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓയിൽ യൂസ് ചെയ്യാം. അപ്പം തലേദിവസം ഉലുവയും കഞ്ഞിവെള്ളം കൂടി കുതിർക്കാൻ വെക്കുക. നെക്സ്റ്റ് ഡേ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ വെച്ചിട്ടൊന്ന് ചെറിയ ജെൻറ്റിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നെയിൽസ് ഉണ്ട്. അപ്പോൾ നെയിൽസ് ഉള്ളവർ നമ്മുടെ സ്കാൽപ്പിലെ നെയിൽസ് കൊള്ളാത്ത വിധത്തിൽ നല്ല രീതിയിലൊന്ന് ജെൻറ്റിൽ മസാജ് മാത്രം ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിന് ഒട്ടും നല്ലതല്ല ഈ നെയിൽസൊക്കെ കൊള്ളുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവയും കഞ്ഞിവെള്ളവും ചേർന്ന് മിക്സ് എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം കുതിർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചിങ്ങനെ ഡ്രൈ ആയി വരികയാണെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം എൻ്റെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്നു, ബാക്കി അങ്ങനെ തന്നെ കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം എടുത്താലും മതി. ഫസ്റ്റ് തവണ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കറക്റ്റ് ഒരു പ്രൊപ്പോർഷനിൽ കിട്ടിയെന്ന് വരില്ല. അതിൻ്റെ ടെക്സ്ചറൊക്കെ ചിലപ്പോൾ വേറെ ആയിരിക്കും. അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുമ്പോൾ സെറ്റ് ആയിക്കോളും. ഇപ്പോൾ എനിക്ക് കിട്ടിയത്, ഞാൻ ഒത്തിരി തവണ ഉണ്ടാക്കിയെങ്കിൽ പോലും എനിക്ക് കിട്ടിയപ്പോഴും അത് കുറച്ച് കട്ടിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടി കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുത്താണ്. പിന്നെ ഈ ഒരു സംഭവം അതേപോലെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതൊട്ടും നല്ലതായി തോന്നിയില്ല. കാരണം അത് പിന്നെ ഞാൻ വിത്ത് എക്സാമ്പിൾ കാണിച്ചു തരണം വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഹെയറിന് അത് കുഴപ്പമായതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വയ്ക്കുന്ന മിക്സ്, അത് ഏത് ഹെയർ പാക്സ് ആണെങ്കിലും അത് അരിച്ചിട്ട് മാത്രം ഒരു തുണി വെച്ചിട്ടോ കോട്ടൺ കർച്ചീഫോ തുണിയോ എന്തോ വെച്ചിട്ട് അരിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ അത് ഇതുപോലെ പേസ്റ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ തരിതരിയായിട്ട് മുടിയിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ മുടിയിൽ ഇങ്ങനെ തരിതരിയായിട്ട് നിൽക്കും. നിങ്ങൾ പുറത്ത് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല സ്കാൽപ്പിൽ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിങ്ങും ഇറിറ്റേഷനും. പിന്നെ നമ്മളൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്തൊരു പാക്ക് അതൊരു ഡിഫക്റ്റായിട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടവൽ വെച്ചിട്ട് കഴുകിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ വെള്ളം മതി, ഷാമ്പൂ ഒന്നും ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല. സാധാരണ നോർമൽ വെള്ളത്തിൽ നല്ല രീതിയിൽ അത് പോകും വിധം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക. കുറച്ച് വെള്ളം യൂസ് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. ബക്കറ്റ് വാഷ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതിന് റിസൾട്ടും കൂടി കാണിക്കുന്നുണ്ട്. അടുത്തൊരു ഹെയർ പാക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.